ചരിത്രത്തിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് പള്ളുരുത്തിയിൽ പുലവാണിഭ മേളയ്ക്ക് തുടക്കം കുറിച്ചു. പരമ്പരാഗത വീട്ടുപകരണങ്ങളും പഴമയുടെ രുചികൾ ഓർമ്മിപ്പിക്കുന്ന നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളും കൊണ്ട് സജീവമായിരിക്കുകയാണ് മേള. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും പങ്കുവയ്ക്കുന്നതിനായി മെട്രോ 7 ന്യൂസ് റിപ്പോർട്ടേഴ്സ് പുലവാണിഭ മേളയിൽ നിന്നും. പള്ളുരുത്തിയിലെ പുലവാണിഭ മേളയിലാണ് നമ്മളുള്ളത്. വളരെയധികം ജനങ്ങള് അനേകം വർഷങ്ങളായിട്ട് ഈ പുലവാണിഭ മേളയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആ തിരക്ക് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണിത്. അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പണ്ട് കൊച്ചി രാജാവ് അവർണർക്ക് ക്ഷേത്ര പ്രവേശനത്തിന് അനുമതി നൽകിയിരുന്നു. അത് ഇപ്പോഴും തുടർന്നു പോന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് അവർ സമ്പാദിച്ചു വന്ന കൃഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിളവെടുത്തു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വിൽക്കാനും ഈ ദിവസം അവർ ഉപയോഗിച്ചിരുന്നു. അത് ധനുമാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയായിരുന്നു അവർ ഇതിനായിട്ട് ഉപയോഗിച്ചത്. ഇന്നും ഇനിയിപ്പോ ഏകദേശം കുറെ ദിവസങ്ങൾ ഈ പള്ളുരുത്തിയിലെ ഒരു ആഘോഷത്തിന്റെ കാഴ്ചകളായിരിക്കും ജനങ്ങളെല്ലാവരും ഒഴുകിയെത്തുന്നത്. അതെ, അതിന്റെ ഒരു തനിമ ഇപ്പോഴും മാറ്റൊന്നും കുറയാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അന്ന് അവർണറായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നെങ്കിൽ ഇന്ന് എല്ലാ മതസ്ഥരും ഇവിടെ കച്ചവടം ചെയ്യാനായിട്ടും വിപണനത്തിനും എല്ലാം എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരോടും ഈ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പുലവാണിഭ മേള. നമുക്ക് ഈ ജാതീയമായ വർഗീയമായ ഒരു കാലയളവുണ്ടായിരുന്നു. മനുഷ്യനായി കാണാൻ പറ്റാത്തൊരു കാലം. വരേണ്യ സമുദായത്തിന് മാത്രമേ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളൂ. അധസ്ഥിതരായ ജനസമൂഹത്തിന് പൊതുവേദിയിലേക്ക് വരാൻ പറ്റാത്ത ഒരു കാലയളവ്. അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് കൊച്ചി മഹാരാജാവിൻ്റെ ഉത്തരവ് വരികയാണ്. എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഒരു വിപണന സാധ്യതയൊരുക്കുന്ന ഒരു അന്തരീക്ഷം. അതിനുവേണ്ടി രാജാവിൻ്റെ അധീനതയിലുള്ള പ്ലേസാണ് ഈ അഴകിയകാവ്. ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് നീണ്ടു പരന്നു കിടക്കുന്ന ആ വെള്ള മണലാരണ്യം. അവിടെ വിവിധങ്ങളായിട്ടുള്ള ഏഴകൾ, അധസ്ഥിതര്, അവരെ നെയ്യുന്ന പായകൾ, കൊട്ടകൾ, പനമ്പുകൾ, ഇതൊക്കെ നമുക്ക് ഇപ്പം നൊസ്റ്റാൾജിയാണ്. ഇപ്പം എല്ലാം പ്ലാസ്റ്റിക് യുഗമായി. അപ്പോൾ ഇപ്പോഴും ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേക്കും പനമ്പിൻ്റെ അന്വേഷിച്ചപ്പോഴേക്കും പനമ്പ് അവിടെ റെയറാണ്. എന്നാലും പ്ലാസ്റ്റിക് പൊക്കി പോകുന്നു. പനമ്പ് നേരെ വെള്ളം വീണാൽ അത് പോകുന്നൊരു അവസ്ഥയിലാണ്. പക്ഷെ അതിൻ്റെ ഒരു സ്നിഗ്ധതയും അതിൻ്റെ ആ സുതാര്യതയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ആ പഴമ ഉപയോഗിക്കുക, കറിച്ചട്ടി, അതൊക്കെ മാറി വേറൊരു യുഗത്തിലേക്കാണ്. ഏതായാലും കച്ചവടത്തിന്റെ ഒരു വലിയ സാധ്യത എല്ലാവരെയും പരസ്പരം കാണാൻ കഴിയുന്നു എന്നുള്ളത് മറ്റൊരു സൗഭാഗ്യം. വർഷങ്ങൾ ഓരോന്ന് കഴിയുന്തോറും കച്ചവടത്തിന്റെ രീതികൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും വിൽപ്പനയ്ക്കെത്തുന്ന പലരും സ്ഥിരമായി മേളയിലെത്തുന്നവർ തന്നെയാണ്. കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾക്കൊട്ടും കുറവില്ല എന്ന് വേണം പറയാൻ. സൂപ്പർ. എല്ലാ വർഷവും വരാറുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉള്ളതല്ലേ. ഇതിപ്പോ ദൂരെ ആലപ്പുഴയിൽ വന്നതാണ്. ഇത് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ആലപ്പുഴ ഈ ഒരു ദിവസത്തെ പ്രത്യേകത പ്രമാണിച്ചിട്ട് കാണാനും പിന്നെ എന്റെ അനിയത്തിയുടെ കൂടെ നിൽക്കാനും. ഞാന് പുളി, കുരുമുളക്, ഏലക്ക, കാന്താരി ഒക്കെ ഉണ്ടാവും, വാളംപുളി ഉണ്ടാവും. എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇച്ചിരി കച്ചവടം മോശമാണ്. ഒരു 10-15 ദിവസമൊക്കെ നിൽക്കും ഈ കച്ചവടം. ഇവിടെ 2 അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ ആ ഉത്സവത്തിന്റെ അനുസരിച്ച് ആള് വരും. ഞാനിവിടെ ജനിച്ചു തുടങ്ങാണ്. അപ്പൊ ഞാൻ ഒരു 25 കൊല്ലം ഈ കച്ചവടം തുടങ്ങുന്നു. ഇവിടെ ഉണക്കമീനാണ് എല്ലാം, വേറെ പച്ചമീൻ്റെ ഒരുപാട് ഇല്ല. മേളയിലെത്തുന്ന ആളുകളെ കയ്യിലെടുക്കാൻ കൈനോട്ടക്കാരുടെ നീണ്ട നിരയുമുണ്ട്. ഒരു 10-20 വർഷം കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴെങ്ങനെയാണ് നമുക്ക് ഈ കൈനോട്ടത്തിനൊക്കെ ആളുകൾ നമുക്ക് വരുന്നുണ്ട്? എനിക്ക് പരിചയമുള്ളവർ തന്നെ വരുന്നുണ്ട്. ഈ കൊച്ചിന്റെ കൈ പിന്നെന്താ, ഒരിടത്തെ കൈയൊന്ന് കാണട്ടെ. ഓട്ട കൈയൊന്നും അല്ല, ബുദ്ധി ലാഷ്ടാ, ബുദ്ധി ഒടുക്കുവാ നോക്ക്. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആള് മിടിക്കുകയാണ്. സ്വന്തം കേട്ട് ബുദ്ധി കുറവാണ്. എങ്ങനെയാണ് ഈ ഒരു കൈനോട്ടം പഠിച്ചത്? ഞങ്ങൾ കുലത്തൊഴിലാണല്ലോ. ഞങ്ങൾ കാക്കാല വർക്കപ്പെട്ടവരാ. പക്ഷെ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്റെ വീട്ടിൽ ആരുമില്ല. പിള്ളേരാരും കൈനോക്കാൻ പോവില്ല. പഴയ കാലങ്ങളൊന്നുമല്ല.
പുതിയ പുതിയ കാലങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പനമ്പ് ഉൽപ്പന്നങ്ങളായ പായ, കുട്ട, മുറം എന്നിവയും വിവിധ നടീൽ വസ്തുക്കളും മൺപാത്രങ്ങളുമാണ് മേളയുടെ മുഖ്യ ആകർഷണങ്ങൾ. ഞങ്ങള് വെച്ചിരുന്നാ വന്നത്, കോട്ടയം ജില്ല. അതെ. അവിടുന്നാണ് ഞങ്ങൾ വരുന്നത്. എത്ര നാളായി ഇപ്പൊ ഈ ഒരു കച്ചവടത്തിനായിട്ടൊക്കെ വരുന്നത്? ഞാൻ ഇവിടെ വരുന്ന 40 വർഷമായി. പരമ്പരാഗതമായിട്ട് ഞങ്ങൾക്ക് ഇതായിരുന്നു. എന്തെല്ലാമാണ് ഇവിടെ കച്ചവടത്തിനായിട്ട് കൊണ്ടുവരുന്നത്? നേരത്തെ ഇവിടെ ഈ പഴപ്പ കൊണ്ടുവരും, ഉണക്കപ്പ കൊണ്ടുവരും, പിന്നെ കൊട്ട, മുറം, ഇങ്ങനെ ഇത്ര സാധനമൊക്കെ, ഈ പുട്ടുകുറ്റി എല്ലാം കൊണ്ടുവരും. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ചിരട്ടക്കയില്, ചിരട്ട, അതുപോലെ തന്നെ പുട്ടുകുറ്റി, ഇതൊക്കെ പുതിയ തലമുറ കാണാത്തൊരു കാര്യമാണ്. ഈ പുട്ടുകുറ്റി, അതുപോലെ തന്നെ ഈ കൊട്ട, ഈ മുറം, ഇതൊക്കെ ഇന്ന് ഇതിനൊക്കെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഇതിനേക്ക് മറികടന്നു. അതെ. പ്ലാസ്റ്റിക് പെട്ടെന്നുള്ള യൂസേജിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്ലാസ്റ്റിക്കിലേക്ക് ഇറങ്ങിയേക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പ്രദേശത്ത് കൂടെ എല്ലാം നടന്നപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത്തരത്തിലെ കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിന് വഴിമാറുന്നത് പോലെ തന്നെ ഇവിടെയുള്ള കച്ചവടങ്ങൾ പലതും അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഷിബിനയും ഞാനും കൂടെ ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞപ്പോൾ ഇവിടെ കാണുവാൻ സാധിച്ച ഇത്തരത്തിൽ പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിലും ധാരാളം പേരാണ് ഈ പുലവാണിഭ മേളയിലേക്ക് കടന്നു വരുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഏകദേശം ഒരു 10-15 ദിവസത്തോളം ഇവിടെ കച്ചവടത്തിനായിട്ട് ആളുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ കച്ചവടത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുവാൻ എല്ലാവരും കടന്നു വരണം. പുലവാണിഭ മേള നമ്മളുടെ നാടിന്റെ ഒരു പ്രത്യേക മേളയായി തന്നെ നിലനിർത്തുവാനായിട്ട് സാധിക്കണം. പുലവാണിഭ മേള ഗ്രൗണ്ടിൽ നിന്നും ഹസ്നയ്ക്കും ഷിബിനയ്ക്കും ഒപ്പം റിഡ്ജൻ റിബല്ലോ, മെട്രോ 7 ന്യൂസ്. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.